എടാ ബിഗ് ബോസില് സാബുമാൻ എന്തുകൊണ്ട് കളിക്കുന്നില്ല എന്ന് കുറെ പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇന്നാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം എനിക്ക് കിട്ടിയത്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. മൈൻഡ് ഗെയിമാണ്. യെസ്, ഇതൊരു മൈൻഡ് ഗെയിമാണ്. നമ്മളെ ലാലേട്ടൻ ഓരോ എപ്പിസോഡിലും ഇത് വന്ന് പറയുന്നുണ്ടായിരിക്കും, ഇതൊരു മൈൻഡ് ഗെയിമാണ്. അത് ഒരുത്തനും കേട്ടില്ല. നമ്മുടെ സാബു മോൻ അത് ക്യാച്ച് ചെയ്തു. അദ്ദേഹം ഓരോ നിമിഷവും മൈൻഡിൽ മാത്രം ഗെയിം കളിക്കുന്നുണ്ട്. അദ്ദേഹം ബിഗ് ബോസിൽ കളിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഗെയിം കളിക്കുന്നുണ്ട്. ഓക്കി അസീം മാത്രമാണ് ഇതിനു മുമ്പേ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ മൈൻഡ് ഗെയിം കളിക്കുന്ന സാബു മാനാണെന്ന് എന്റെ വോട്ട് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഗസ്റ്റ് ടാസ്കില് നമ്മളെ ശോഭ, അയ്യോ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരണേ. കഴിഞ്ഞ സീസണിലൊക്കെ നടന്ന കാര്യങ്ങൾ, കഴിഞ്ഞ സീസണിലായാലും ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നാലും പീക്ക് ലെവല് വെറുപ്പിക്കലായിരുന്നു. നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചാണ്, ഇന്നത്തെ ബിഗ് ബോസ് നേരത്തെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത്. 10:30 മണി വരെയൊക്കെയാണ് ബിഗ് ബോസ് ഉള്ളത്. ബിഗ് ബോസിന് പോലും കണ്ടന്റ് ഇല്ലാതെ ഒരു 5 മിനിറ്റ് മുമ്പേ ബിഗ് ബോസ് ഹോട്ട്സ്റ്റാറിൽ തീർന്നായിരുന്നു. അവർക്ക് പോലും കണ്ടന്റ് ഇല്ലായിരുന്നു. അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ വീഡിയോ വളരെ ദാരിദ്ര്യപൂർവ്വത്തോടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. ഇന്ന് അഖിൽമാരാർ വന്ന് പറഞ്ഞിട്ടോ, അനുമോൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഷിയാസ് സഹായിച്ചതാണെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്കും ശരിയായിട്ട് തോന്നി. വെറും വാഴകളായിരുന്നു ഇന്ന് അതിനകത്ത് നിന്നത് മുഴുവനും. ഒരുത്തന് പോലും പ്രതികരിക്കാൻ പറ്റാത്ത, ഒരു ഗെയിം കളിക്കാൻ പറ്റാത്ത, മൂടും താങ്ങി ആ ശോഭയുടെ സാരി തുമ്പും പൊക്കി പിടിച്ച് നടന്ന കുറെ വാഴകളുള്ളതായിരുന്നു. ഇതിലും എത്രയോ ഭേദം വരുന്നുണ്ടെ മസ്താനി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും കുത്തിത്തിരിപ്പെങ്കിലും കാണാൻ പറ്റുമായിരുന്നേ എന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ബിഗ് ബോസിലാണ് 7ന്റെ പണി കിട്ടാൻ പോണത്. ഒരുത്തനും എല്ലാം കിടന്ന് മൂലയ്ക്ക് ഉറങ്ങാൻ പോവുകയാണ്.